ഞങ്ങൾ വർക്കിന് വന്ന സ്ഥലമാണത്. ഭയങ്കര വെയിലാണ്. വെയിലിപ്പോൾ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഗ്യാസ് ടാങ്ക്. ഇതിനകത്താണ് ഗ്യാസ് നിറച്ച് നമ്മുടെ ഫ്ലാറ്റിലേക്കൊക്കെ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഫ്ലാറ്റിൻ്റെ മുകളിൽ ഞാൻ നിൽക്കണത് ഇപ്പോൾ റൂഫ് ഏരിയയിൽ. വെയിലൂടെ ഭയങ്കര വെയിലാണ് ഇപ്പം. അതുകൊണ്ട് കുറച്ച് വർക്കുണ്ട് ഇവിടെ. ഈ ടാങ്ക്, ഈ കാണുന്ന ടാങ്ക് ഉണ്ടാക്കും, ടാങ്ക് സർവീസ് ചെയ്യാൻ വന്നേക്കണം. അപ്പോൾ അതിന് ഒരു 2-3 മണിക്കൂറോളം തന്നെ ഇവിടെ പണി ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് റൂമിൽ പോകും. അപ്പോൾ അതുകൊണ്ട് ഇതേ ഒരാളാണ്, ഇതാണ് എൻ്റെ അകൃതിലാണ്. ഇതാണ് നമ്മുടെ കണ്ണനാണ്. അപ്പോൾ അണ്ണനും ഞാനും കൂടിയാണ് ഒരുമിച്ചാണ് ടാങ്ക് സർവീസിന് വന്നേക്കുന്നത്. ഭയങ്കര വെയിലാണ് ഇപ്പം. അണ്ണ ഒരായി പറഞ്ഞേ. ഹായ്. നമ്മൾ ഈ ഫിറ്റിങ്സൊക്കെ അഴിച്ചു മാറ്റുകയാണ് ഇപ്പം. ഈ ഫിറ്റിങ്സൊക്കെ നമ്മൾ അഴിച്ചു മാറ്റുകയാണ്. അങ്ങനെയാണ് ടാങ്ക് സർവീസ് എന്ന് പറയണത്. ഇപ്പോൾ ഒരു ഫിറ്റിങ്സ് നമ്മൾ അഴിച്ച്, അത് ഗ്യാസ് ഉണ്ട്, ഇപ്പോൾ ഗ്യാസ് കാലിയാക്കി എന്നിട്ടാണ് നമ്മൾ അഴിക്കണേ. ഇത് നമ്മുടെ പണി കഴിഞ്ഞ് ഇതാണ് ലെവൽ ഗേജ്. ഇതിനകത്താണ് ലിക്വിഡൊക്കെ ഉണ്ടാകുന്ന അറിയണം നോക്കണത്. അപ്പോൾ അത് അഴിച്ചമ്മ അത് ഫിറ്റ് ചെയ്ത്, രണ്ടാമത് സേഫ്റ്റി ഗ്ലേസ് വാൽവ് അത് നമ്മൾ അഴിച്ച് നമ്മൾ പുതിയത് ഫിറ്റ് ചെയ്ത്. ഒരാൾ അവിടെ കിടക്കുന്നുണ്ട്, നമ്മുടെ പേര്. ഇത് നമ്മുടെ വർക്ക് കഴിഞ്ഞപ്പോൾ നമ്മൾ താഴത്തേക്ക് പോകാൻ പോവുകയാണ്. ഭയങ്കര വെയിലാണ്. വെയിലൊക്കെയാണ് നമ്മൾ ചെയ്യണത്. ഇനി കൂടി വരാണ്. ഇത്തിരി കുറവുണ്ട്, ഇച്ചിരി കുറവുണ്ട് വെയിൽ. ചൂട് കുറവുണ്ട്. ഇപ്പോൾ വെയിൽ കൂടാൻ പോകുന്നുള്ളൂ. ഇപ്പോൾ ഇത്തിരി കാറ്റും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ഒരു മാസമൊക്കെ കഴിഞ്ഞ്, നോമ്പ് കാലമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിൽ ഭയങ്കരമായിട്ട് കൂടും. ഇപ്പോഴത്തെ ഇതിനകത്ത് നമ്മൾ നൈട്രജൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് ടാങ്കിനകത്ത്. ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ടാണ് ടാങ്കിൽ നൈട്രജൻ ഇടുന്നത്. പിന്നെ ഫിറ്റിങ്സൊക്കെ അഴിച്ചല്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ നൈട്രജൻ ഇടുകയാണ്. അപ്പോൾ എന്തോരം 15 ബാർ നൈട്രജൻ ഇടണം. അപ്പോൾ ഈ ചില്ലിൻ്റെ ഗേജിനകത്താണ് അറിയണത്. ഈ 15 വേണ്ട. അപ്പോൾ അത് വരുമ്പോൾ നമുക്ക് 15 വരെയും പ്രഷർ പാടുള്ളൂ ടാങ്കിനകത്ത്, നൈട്രജൻ ആയതുകൊണ്ട്. അറ്റത്ത് ഭാഗം കാണാം, ലാസ്റ്റ് അറ്റത്ത് കാണാൻ ബോട്ടാണ്. അത് ബോട്ട് ഉണ്ടാക്കണ യാർഡാണ് കാണുന്നത്. നമ്മളിപ്പോൾ വെയിലാവുമ്പോൾ നമ്മൾ ഇനിയും ഇങ്ങനത്തെ മാസ്ക് വെച്ചാണ് നിൽക്കുന്നത്, കള്ളന്മാരെ പോലത്തെ മാസ്ക്. നമ്മളിത് ഇതേ പറ്റുള്ളൂ. ഇനി ഹലോ ഗൈസ്, നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞ്, ടാങ്കിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകാൻ പോവുകയാണ്. നമുക്ക് റൂമിലേക്ക് പോവുകയാണ്.